ഇന്ന് തേങ്ങ ചേർക്കാത്ത എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പുളിശ്ശേരി ഉണ്ടാക്കാം. അതിനായി ഒരു ചെറിയ തക്കാളി, 2 പച്ചമുളക്, ചെറിയ ഒരു കഷ്ണം സവാള ഇതെല്ലാം അരിഞ്ഞെടുക്കാം. ഇതേപോലെ അരിഞ്ഞെടുക്കണം. പാത്രം അടപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടി പുറത്തേക്ക് പോവാതിരിക്കാൻ അടപ്പ് വെച്ച് നല്ലതുപോലെ അടയ്ക്കാതെ ചെറുതായിട്ട് പൊക്കി പിടിച്ചേക്കുക. ഇതിലേക്ക് 1 ഉണക്കമുളകും 5-6 കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് സവാളയും ഇട്ട് വഴറ്റിയെടുക്കണം. ഉപ്പ് ഒഴിച്ച് വഴറ്റണം. ഒന്ന് വഴന്ന് കഴിയുമ്പം ചെറിയ തീയിലിട്ടിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കണം. കുറച്ച് നേരം അടച്ചു വെച്ച് മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ, അതായത് 2-3 മിനിറ്റ് വരെ അത് മതി. ഇനി തീ മീഡിയത്തിലിട്ടിട്ട് തക്കാളിയും ചേർത്ത് ഇളക്കി അടച്ചു വെച്ച് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ ഉടഞ്ഞു കഴിയുമ്പം 1 കപ്പ് തിളച്ച വെള്ളം, പച്ചവെള്ളം ആയാലും കുഴപ്പമില്ല, ഒഴിച്ച് തിളപ്പിക്കണം. നല്ലതുപോലെ തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യണം. ഇനി ചൂട് ചെറുതായിട്ട് ആറിക്കഴിയുമ്പം 1/2 കപ്പ് തൈര് ഉടച്ച് അതിലേക്ക് ചേർത്ത് ഇളക്കാം. ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിക്കണം. തേങ്ങയും കരണ്ടും ഒക്കെ ഇല്ലെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുളിശ്ശേരി. എങ്കിൽ ചോദിക്കും തൈരപ്പം എങ്ങനെയാണ്? അത് നമുക്ക് സ്പൂൺ കൊണ്ട് വേണമെങ്കിലും ഉടച്ച് ചേർക്കാമല്ലോ. ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്